ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് വി.പി. അബ്ദുൾ റഷീദ്. എന്താണ് നിങ്ങൾ പ്രധാനമായും ഇപ്പോൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം? ധാർമ്മികത ഉയർത്തിപ്പിടിച്ച്, കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഇത്തരം ഒരു ദയനീയത അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തിന്റെ മുന്നിൽ, ലോകത്തെ മുഴുവൻ മലയാളികളുടെയും മുന്നിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന അഴിമതിക്കാരന്റെ യഥാർത്ഥ രൂപമാണ് ഇന്ന് പുറത്തു വന്നത്. മണിക്കൂറുകൾ തലകുനിച്ചിരിക്കേണ്ടി വരികയാണ്. ഇവിടെ ആരെയാണ് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? 1,72,00,000 രൂപ അക്കൌണ്ടിലേക്ക് വന്നു എന്ന് ആർക്കാണ് അറിയാത്തത്? വീണ വിജയൻ എന്തിന്റെ പേരിലാണ് ഈ പൈസ വാങ്ങിയത്? അപ്പൊ ഇത് പിണറായി വിജയന് വേണ്ടി വാങ്ങിയ പൈസയാണ്. അച്ഛനെ വിട്ടിട്ട് കയ്യും പിടിച്ച് പോകുന്ന മകൾ എന്നൊക്കെ പറയും, നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ അച്ഛനെ കാണിച്ച് കച്ചവടം നടത്തുകയായിരുന്നു കേരളത്തിനകത്ത് വീണ വിജയൻ പ്രതിയല്ല എന്ന് ആരാണ് വിശ്വസിക്കുന്നത്? അപ്പോ ഈ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ കേരളത്തിൽ ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരം നടത്തുന്നത്. കാരണം 10 വർഷക്കാലം കേരളത്തിനകത്ത് പിണറായി വിജയൻ ചെയ്ത സകല അഴിമതിയും ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അധികാരം കൊണ്ട് ഇത്രയും കാലം ബിജെപിയുമായി ഒരു സെറ്റിൽമെന്റ് നടത്തിയിട്ട് എല്ലാ അന്വേഷണങ്ങളെയും അട്ടിമറിച്ചിരിക്കുകയാണ്. ഇപ്പൊ അധികാരം പോയപ്പോൾ സ്വാഭാവികമായും ആ അന്വേഷണങ്ങൾ ഇതിപ്പോ സ്വാഭാവികമായി ഇപ്പൊ വി.ഡി. സതീശനെതിരെയാണ് പറയുന്നത്. ഇത് കേരള ഗവൺമെന്റ് അല്ല അന്വേഷണം നടത്തുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നൽകിയ ഹർജി അതിനകത്ത് തീരുമാനമാക്കി അന്വേഷണം തുടരാമെന്ന് പറഞ്ഞ ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇ.ഡി. സ്വാഭാവികമായും അവരുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പരിശോധന നടത്തിയത്. ആരാണ് എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ ഇ.ഡി. ചോദ്യം ചെയ്തിട്ടുണ്ട്? മണിക്കൂറുകൾ രാഹുൽ ഗാന്ധി ഇരുന്നിട്ടില്ലേ? ഇപ്പൊ കേരളത്തിൽ തന്നെ CPM-ന്റെ ബിനീഷ് കൊടിയേരിക്ക് നേരെ റെയ്ഡ് നടന്നു. അന്നെന്തായിരുന്നു സമീപനം? ഇതുപോലെ വീടിന് സംരക്ഷണം ഒരുക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനും ഏതെങ്കിലും ഒരു CPM പ്രവർത്തകനെ കണ്ടോ? പോട്ടെ, വാക്കുകൊണ്ടെങ്കിലും ഒന്ന് കവചമൊരുക്കാൻ പിണറായി വിജയൻ ഉണ്ടായിരുന്നോ കോടിയേരി ബാലകൃഷ്ണന്റെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ? അപ്പൊ 2 തരം ന്യായമാണിവിടെ. കോടിയേരി ബാലകൃഷ്ണന്റെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ അത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം നോക്കിക്കോണം. പക്ഷെ പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപണം വന്നാൽ അല്ലെങ്കിൽ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ അത് കേരളത്തിലെ പാർട്ടിക്കെതിരെയുള്ള അക്രമം. അതുകൊണ്ട് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് യൂത്ത് കോൺഗ്രസിന്. ധാർമ്മികമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ പിണറായി വിജയന് യോഗ്യതയും അർഹതയുമില്ല. ഇപ്പോ ധർമ്മട മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. CPM മാത്രം ഭരിച്ച, കാലാകാലങ്ങളായി ഭരിച്ച ചെമ്പിലോടിലും മഞ്ചരക്കല്ലിയിലും മേങ്ങാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ, അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തുകൾ എണ്ണി തീരുന്ന സമയത്തും അദ്ദേഹം പുറകിൽ നിൽക്കുന്ന ഒരു കാഴ്ച, അത് യാഥാർത്ഥ്യമാണ്. ആരെ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തത്? ധർമ്മടത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവസാന റൌണ്ടിൽ ധർമ്മടത്തെയും പിണറായിലെയും ബൂത്തിലിരിക്കാൻ പോലും സാധിക്കാത്ത ബൂത്തുകളിൽ കള്ളവോട്ട് ചെയ്തും ബൂത്ത് പിടിച്ചും ജനാധിപത്യത്തെ അട്ടിമറിച്ച് നേടിയ ഒരു ഭൂരിപക്ഷത്തിന്റെ പുറത്ത് മാത്രം ഇരിക്കുന്ന ഒരു MLA ആണ് അദ്ദേഹം. അതുകൊണ്ട് ധാർമ്മികത എന്നുള്ളത് താരും തരിമ്പും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണം, പ്രതിപക്ഷ നേതൃപദവി ഒഴിയണം. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസം തകരണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകപ്പെട്ട ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. രജീഷ്, എന്തായാലും വലിയ രീതിയിലുള്ള പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക്, പ്രതിഷേധ സമര പരിപാടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നീങ്ങുകയാണ്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണം, പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം, MLA സ്ഥാനം ഒഴിയണമെന്നുള്ള ആവശ്യമാണ് ഇത്തരത്തിൽ വി.പി. അബ്ദുൾ റഷീദ് നടത്തിയത്. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കണ്ടതാണ്. വി.പി. അബ്ദുൾ റഷീദ് CPM-ന്റെ ഉരുക്കുകോട്ടയിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ മുന്നേറ്റമുണ്ടാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ സമഗ്രമായ മേഖലയിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പിണറായിക്കെതിരെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.